ഈ മേഖലയിലെ പുഴുക്കുത്തുകളെ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള ശക്തമായിട്ടുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശം അതിന് കുറച്ചുകൂടി സഹായകരമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 20-ാം തീയതി ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരേ ഒരു മാർഗം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചില ക്ലാരിഫിക്കേഷൻസ് ആവശ്യമാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. കാരണം യഥാർത്ഥത്തിൽ ഇത് കോച്ചൊരു ഭാഗത്തും എഞ്ചിൻ വേറൊരു ഭാഗത്തുമാണ്. ഈ കോച്ചും എഞ്ചിന് യോജിപ്പിച്ചാൽ റെയിലിൻ്റെ മുകളിൽ ഇത് ചരിക്കും. അപ്പോൾ അതിന് 3 ഘടകങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ, മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിക്കാരുടെ സമീപനം, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സമീപനം. ഇത് 3ഉം യോജിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കൂ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം, ഇതിന് നിയമപരവും സാങ്കേതികവുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ആദ്യം അത് മനസ്സിലാക്കണം. ഇപ്പം ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞ ഒരു കാര്യം, ചില കാര്യങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അടുത്ത മാസം 10-ാം തീയതിയാണ് ഇപ്പോൾ ഇത് സെപ്റ്റംബർ 10-നാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ കോടതിക്ക് തന്നെ, ബഹുമാനപ്പെട്ട കോടതിക്ക് തന്നെ പറയായിരുന്നു ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് FIR ഇടണമെന്ന്. അത് പറയാൻ സാധിക്കാതെ വന്നത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കേസിൽ കൃത്യമായി പറഞ്ഞു. കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കമ്മീഷൻ്റെ ഭാഗമായി വെളിവാക്കപ്പെട്ട മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കാനേ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി കേസിൽ കൃത്യമായി ഈ ഒരു പരാമർശം വന്നതോടുകൂടി സുവമോട്ടോ FIR ഇടാൻ ഗവൺമെൻറ്റിന് സാധിക്കില്ല. അത് തന്നെ ഏറെക്കുറെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, FIR ഇടാൻ അദ്ദേഹം പറയോ ഇതിൻ്റെ ഭാഗമായി, ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായി FIR ഇടണമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം FIR ഇടാൻ സാധിക്കില്ല എന്നുള്ളത് ഉമ്മൻചാണ്ടി കേസിൽ ബഹുമാനപ്പെട്ട കോടതി വ്യക്തമാക്കിയതാണ്. കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് ബിഫോർ ദി ലോ ഒരു വാലിഡിറ്റിയും ഇല്ലാത്തതാണ്. ആദ്യങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി രൂപപ്പെടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കൂ. അതെ പറഞ്ഞത്. ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞത്, ഇത് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണെന്ന്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത 10ഓടുകൂടി ഇത് റെയിലിൻ്റെ മുകളിലാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.